ഹായ്. അപ്പം ഞാൻ ഇന്നില്ലേ ഒരു പഴം വെച്ചിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ തോലെല്ലാം ഇങ്ങനെ കറുത്ത് നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിതാ പഴത്തിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സീൻ്റെ ജാറിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ആ ബാറ്ററിലേക്ക് നമുക്ക് മൈദപ്പൊടി കുറച്ച് കുറച്ചായി ഇട്ടിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം അങ്ങനെ ഞാനിതാ അതിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാന് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് കുറച്ച് ചെറുത് നെയ്യപ്പം പോലെ ഇങ്ങനെ ചെറിയ ഇതായിട്ട് ഒഴിച്ച് അങ്ങനെ ഇത് രണ്ട് ഭാഗവും നല്ലോണം മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് അവിടെ നിന്ന് മുരിയട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതങ്ങനെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് പക്ഷേങ്കിലേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്ത് നോക്കുമ്പോൾ എണ്ണയായിട്ട് കഴിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി. പിന്നെ തിന്നാൻ പറ്റുന്നില്ല എണ്ണ അധികമായിട്ട്. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്ത് നേരെ ദോശ പോലെ ചുട്ടെടുത്ത്. അപ്പം അങ്ങനെ ദോശ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറിയൊന്നും ചേർക്കണ്ട, കാരണം നല്ല മധുരമുള്ളത് കൊണ്ട് കറിയൊന്നും കൂട്ടാണ്ട് ഇത് ഒറ്റക്ക് തിന്നാൻ പറ്റും. അപ്പം അങ്ങനെ ഞാനിത് ദോശയാക്കി ചുട്ടെടുത്ത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലൂട്ടൻ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം അവന് ഇതാണ് കൊടുത്തത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.